ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊന്നുകൂടെ സംസാരിച്ചാലോ? നമ്മുടെ ഒമോയറിയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ അനുഭവത്തിൽ നിന്നും ബുക്കുകളിൽ നിന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്കും പ്രയോജനപ്പെടും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോവാം. നമ്മളുടെ നിലവിലുള്ള ചിന്തകളും അറിവുകളുമാണ് നമ്മളെ പലപ്പോഴും സന്തോഷത്തിലേക്കും ദുഃഖത്തിലേക്കും നയിക്കുന്നത്. അത് എപ്പോഴും ഒരുപോലെ ശരിയായിക്കൊള്ളണമെന്നില്ല. നമ്മളുടെ കൺക്ലൂഷൻ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. ചില സമയത്ത് അതിന് അപ്ഡേഷൻ ആവശ്യം വരും. ഒരു 4 കാര്യങ്ങൾ സന്തോഷിക്കണോ വേണ്ടയോ ഇനി ജീവിതത്തിൽ നിന്ന് നമുക്ക് തീരുമാനിക്കാം. അതിൽ നിന്ന് ഫസ്റ്റ് വൺ, ഇന്നർ വേൾഡ് ഈസ് ഡിഫറെന്റ് ഫോർ ഈച്ച് പേഴ്സൺ. നമ്മൾ പുറമേ കാണുന്ന ലോകം എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മൾ അകത്ത് കാണുന്ന ലോകം എല്ലാവർക്കും വ്യത്യസ്തമാണ്. അതിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതും തീരുമാനിക്കുന്നതും. ലൈഫിൽ സന്തോഷത്തോടെ ഇരിക്കണോ വേണ്ടയോ? സെക്കൻഡ് വൺ, ഹാസ് പോസിറ്റീവ് ഇന്റൻഷൻ ബിഹൈൻഡ് എവറി ബിഹേവിയർ. ആരുടെ ഏത് പെരുമാറ്റത്തിലും ഒരു പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ടാവും. അതില്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. തേർഡ് വൺ, ഫെയിലർ ഇസ് എ ഫീഡ്ബാക്ക്. അവസരങ്ങൾ ഇനിയും വരും. യു ആർ ബ്ലെസ്ഡ് വിത്ത് ഓപ്പർച്യൂണിറ്റീസ്. ഫോർത്ത് വൺ, ചേഞ്ചിങ് ദ മെത്തേഡ് ലെറ്റ്സ് ടു ഡിഫറെന്റ് റിസൾട്ട്. നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തു വരുന്ന മെത്തേഡ് പോസിറ്റീവ് റിസൾട്ട് തരുന്നില്ലെങ്കിൽ വി ക്യാൻ ചേഞ്ച് ദ മെത്തേഡ്, ട്രൈ അനദർ വൺ. അപ്പോൾ നമുക്ക് നോക്കാം റിസൾട്ട് മാറുന്നുണ്ടോ. നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്റെ ജീവിതം ദുഃഖമാണോ സന്തോഷമാണോ. ഇതൊരു വിധിയായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തോൽക്കാൻ തയ്യാറായി എന്നാണ് അർത്ഥം. ഓരോരുത്തർക്കും മറ്റൊരാൾക്ക് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും നമുക്കും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നമ്മളുടെ തീരുമാനമാണ്. സോ സന്തോഷം അതും നമ്മളുടെ ഒരു മൈൻഡ് സെറ്റാണ്. നമുക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിലപാടായി മാറട്ടെ നിങ്ങളുടെയൊക്കെ ഹാപ്പിനെസ്. താങ്ക് യു സോ മച്ച്.